നമസ്കാരം. ഒരു കൗമാരക്കാരിയെ ബലാത്സംഗം ചെയ്യാൻ ശ്രമിച്ചതിന് 14കാരായ 2 റൊമേനിയൻ വംശജർ പിടിയിലായതിനെ തുടർന്ന് നോർത്തേൺ അയർലൻഡിൽ ആരംഭിച്ച കലാപം കൂടുതൽ രൂക്ഷമാവുകയാണ്. അടിയന്തര ഘട്ടങ്ങളിൽ കുടുംബങ്ങളെ താമസിപ്പിക്കാനുള്ള അഭയകേന്ദ്രമായി ഉപയോഗിച്ചിരുന്ന ഒരു ലീഷർ സെന്ററിന് കലാപകാരികൾ തിങ്കളാഴ്ച തീയിട്ടു. വംശീയ കലാപം ആരംഭിച്ച് 3-ാം ദിവസം രാത്രിയാണ് ഈ സംഭവം നടക്കുന്നത്. കൗണ്ടി ആൻട്രീമിലെ ലാന്യനെ ലിഷർ സെന്ററിനാണ് ബഹളക്കാർ തീയിട്ടത്. ലഹള ആരംഭിച്ചതോടെ റൊമേനിയയിൽ നിന്നുള്ള അഭയാർത്ഥികളെ സുരക്ഷയെ കരുതി അവിടെ താമസിപ്പിച്ചിരുന്നതായിട്ടാണ് അറിയുന്നത്. സെന്ററിനകത്ത് ഒരു യോഗ ക്ലാസ് നടക്കുന്നതിനിടെ സെന്ററിനകത്തേക്ക് ആരോ കല്ലെറിഞ്ഞതായി ലോക്കൽ അലയൻസ് പാർട്ടി MLA ഡാനി ഡൊണല്ലി പറഞ്ഞു. ഭയചകിതരായ ജീവനക്കാർ പ്രാണരക്ഷാർത്ഥം പിൻവാതിലിനു നേരെ ഓടിയെന്നും MLA പറഞ്ഞു. തുടർച്ചയായ 3-ാം ദിവസവും നോർത്തേൺ അയർലൻഡ് പോലീസ് ബാല്ലിമിനിയയിലെ തെരുവിലിറങ്ങി. പെട്രോൾ ബോംബുകളും കല്ലുകളുമൊക്കെയായി 400ഓളം വരുന്ന കലാപകാരികൾ ആക്രമിക്കുകയും ചെയ്തു. 2500 പേരോളം വരുന്ന ഒരു സംഘം തികച്ചും സമാധാനപരമായി പ്രതിഷേധ പ്രകടനം നടത്തിയതിന്റെ പിറ്റേ ദിവസമായിരുന്നു ലഹള പൊട്ടിപ്പുറപ്പെട്ടത്. പട്ടണത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇന്നലെ തീവെപ്പുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. അവയിൽ പലതും ആൾതാമസമുള്ള വീടുകൾക്ക് സമീപമായിരുന്നു. ചവറ്റുകുട്ടകൾക്കും ചവറുകൂമ്പാരങ്ങൾക്കും തീപിടിച്ചു. അതിനിടയിൽ ബലാത്സംഗ ശ്രമവുമായി ബന്ധപ്പെട്ട് മറ്റൊരു 28കാരനെ കൂടി തിങ്കളാഴ്ച അറസ്റ്റ് ചെയ്തിരുന്നു. ഒരു കൂട്ടം കലാപകാരികൾ ലാർനെ ലീഷർ സെന്ററിന്റെ മുന്നിലെ പ്രവേശന കവാടത്തിന് തീവയ്ക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഇന്നലെ വൈകിട്ടോടെ ഇവിടെ ഒരു എമർജൻസി റെസ്റ്റ് സെന്റർ തുറന്നിട്ടുണ്ട്. എമർജൻസി പ്രോട്ടോകോളിന്റെ ഭാഗമായിട്ടാണ് ഈ നടപടിയെന്ന് മിഡ് ആൻഡ് ആൻട്രീം ബ്യൂറോ കൗൺസിൽ അറിയിച്ചു. അതിനിടെ ഇന്നലെയും ബല്ലിമിനയിൽ കലാപം തുടരുകയായിരുന്നു. തെരുവുകളിൽ തടിച്ചുകൂടിയ കലാപകാരികൾ പോലീസിനു നേർക്ക് പെട്രോൾ ബോംബുകളും കല്ലുകളും ഉപയോഗിച്ച് ആക്രമണങ്ങൾ തുടർന്നു. ആർത്തുവിളിച്ചുകൊണ്ടായിരുന്നു പുരുഷന്മാരും സ്ത്രീകളും അടങ്ങിയ അക്രമി സംഘം പോലീസിനെ ആക്രമിച്ചിരുന്നത്. ആക്രമണത്തിനിടയിൽ ചില വാഹനങ്ങൾക്ക് തീപിടിച്ചു. ലഹളയിൽ പങ്കുണ്ടെന്ന് കരുതുന്ന 5 പേരെ ഇന്നലെ പോലീസ് അറസ്റ്റ് ചെയ്തു. ക്രമസമാധാനം തകരുന്ന വിധത്തിൽ പെരുമാറിയതിന് ന്യൂ ടൗൺ അഭയിൽ മറ്റൊരാളെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. മറ്റു പലയിടങ്ങളിൽ നിന്നായി അധിക പോലീസ് സേനയെ ബല്ലിമിനയിൽ വിന്യസിച്ചിട്ടുണ്ടെന്ന് അസിസ്റ്റന്റ് ചീഫ് കോൺസ്റ്റബിൾ റയൻ ഹെഡ്സൺ പറഞ്ഞു. വംശീയ കലാപമാണ് നടക്കുന്നതെന്നും വംശീയ ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ ഉൾപ്പെടുന്ന പോലീസുകാരെ ലക്ഷ്യമാക്കിയാണ് പ്രധാനമായും ആക്രമണങ്ങൾ നടക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. സംഭവങ്ങളുടെ ദൃശ്യങ്ങൾ പരിശോധിച്ചു വരികയാണെന്നും അധികം വൈകാതെ പ്രോസിക്യൂഷൻ നടപടികൾ ആരംഭിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. അതിനിടയിൽ ലഹള നിയന്ത്രിക്കാൻ കൂടുതൽ പോലീസിനെ അയക്കണമെന്ന നോർത്തേൺ അയർലൻഡിന്റെ അപേക്ഷ സ്കോട്ട്ലാൻഡ് സ്വീകരിച്ചു. കലാപങ്ങൾ അടിച്ചമർത്തുന്നതിൽ പ്രത്യേക പരിശീലനം ലഭിച്ച പോലീസുകാർ ഉൾപ്പെടെയുള്ള സംഘത്തെയായിരിക്കും സ്കോട്ട്ലാൻഡ് അയക്കുന്നത്. UK-യിലെ മറ്റ് അംഗരാജ്യങ്ങൾക്കും സമാനമായ അപേക്ഷകൾ സമർപ്പിച്ചിട്ടുണ്ട് എന്നും നോർത്തേൺ അയർലൻഡ് പോലീസ് അറിയിച്ചിട്ടുണ്ട്.